celebrated as Reading Day. In this particular occasion, I would like to remind you that a book sometimes takes the role of a teacher, of a counselor, of father, mother, and a best friend, and not only that, sometimes the role of God. It tells you so many things, gives you so many things. And to give you a Reading Day message, here comes Dr. Thomas, the adjunct faculty, IIM Udaipur, with a message. Thank you. Dear principal, teachers, students and parents, നിങ്ങൾക്ക് ഈ ലോക്ക്ഡൗണിനിടയ്ക്കും സുദീപ്തമായൊരു വായനാ ദിനം ആശംസിക്കട്ടെ. വിഷ് യു ഓൾ എ വെരി ഹാപ്പി റീഡിംഗ് ഡേ. ഈ വായനാ ദിനത്തിൽ നിങ്ങളുടെ സ്കൂളിന്റെ അടിസ്ഥാന മൂല്യങ്ങളും വായനയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹൗ യുവർ കോർ വാല്യൂസ് ഓഫ് ദ സ്കൂൾ ഈസ് റിലേറ്റഡ് with the basics of the reading habits. That is what I am proposed to actually talk with. നിങ്ങളുടെ സ്കൂളിന്റെ അടിസ്ഥാന മൂല്യങ്ങളായ ഹാർഡ് വർക്ക്, ഹ്യൂമിലിറ്റി, ഒറിജിനാലിറ്റി എന്നീ 3 കോൺസെപ്റ്റുകൾ വായനയുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ്. ഹാർഡ് വർക്കിന്റെ ഏറ്റവും പ്രധാനമായ ഘടകം വായനയിൽ കോൺസെൻട്രേഷനാണ്. എത്രമാത്രം കഠിനാധ്വാനം ചെയ്തും കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് വായനയുടെ ഒരു പ്രധാന മൂല്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമിലിറ്റി അഥവാ എളിമ വായനയുമായി അത്യന്തം ബന്ധപ്പെട്ടിരിക്കുന്നു. When we don't have any prejudice, we will understand the content and the concept very much. മുൻവിധികളില്ലാതെ ഒരു സബ്ജക്റ്റിനെ നോക്കിക്കാണാൻ ഈ ഹ്യൂമിലിറ്റി നിങ്ങളെ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ ഒറിജിനാലിറ്റി നിങ്ങളുടെ സ്കൂളിന്റെ അടിസ്ഥാന മൂല്യമാണ്. എങ്ങനെയാണ് വായനയും ഒറിജിനാലിറ്റിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കാം. നിങ്ങൾ പുതിയതായി പഠിക്കുന്ന കോൺസെപ്റ്റുകൾ നിങ്ങളുടെ മുൻ എക്സ്പീരിയൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസുമായി ക്ലബ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന അറിവുകളാണ് അല്ലെങ്കിൽ ഉൾക്കാഴ്ചകളാണ് ഒറിജിനാലിറ്റി ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ മുൻവിധികളില്ലാതെ വളരെ കോൺസെൻട്രേഷനോടുകൂടി പുതിയ ഉൾക്കാഴ്ചകളിലൂടെ വായനയിൽ ഒരു പുതിയ അധ്യായം കണ്ടെത്തുവാൻ ഈ വായനാ ദിനം നിങ്ങളെ സഹായിക്കുമെന്നതിൽ എനിക്കൊരു സംശയവുമില്ല. വിഷ് യു ഓൾ എ ഗ്രേറ്റ് ആൻഡ് ഹാപ്പി റീഡിംഗ് ഡേ. Reading Day. In Kerala, we consider June 19th as Reading Day in view of the death of B.N. Panikkar, father of library movement in Kerala. Some books are to be tasted, others to be swallowed, and some few to be chewed and digested. That is, some books are to be read only in parts, others to be read but not seriously, and some few to be read wholly and with diligence and attention. Reading maketh a full man, conference a ready man, and writing an exact man. Books are our true companions. They comfort us and soothe us our feelings. They take us to another world, an imaginary world. So love books and enjoy reading. Don't let it die. It is through these books that we are going to know our past as well as our country's past. We should develop a reading culture among us and our future generation. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയിൽ നാരായണ പണിക്കർ എന്ന P.N. പണിക്കർ. അദ്ദേഹത്തിന്റെ ചരമദിനമായ ജൂൺ 19, 1996 മുതൽ കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചക്കാലം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായും ആചരിക്കുന്നു. 2017 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കേരളത്തിലെ വായനാ ദിനമായ ജൂൺ 10 ആലപ്പുഴ ജില്ലയിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി 1909 മാർച്ച് 1 P.N. പണിക്കർ ജനിച്ചു. LP സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്തു.
1926 തന്റെ ജന്മനാട്ടിൽ ഒരു വായനശാലയും സ്ഥാപിച്ചു. 1926 അദ്ദേഹം തന്റെ ജന്മനാട്ടിൽ സദാനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിന്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത്. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നായകൻ, കാൻഫിഡിന്റെ സ്ഥാപകൻ തുടങ്ങിയ ഒട്ടനവധി സംഭാവനകൾ മലയാളത്തിന് നൽകി. പിന്നീട് കേരള നിയമസഭ അംഗീകരിച്ച കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. 1977 ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തു. അതുവരെ ഗ്രന്ഥശാലയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹമായിരുന്നു. ഗ്രന്ഥശാല പ്രവർത്തകർ ആദരവോടെ പണിക്കർ സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹം നിർഭാഗ്യവശാൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽപ്പെട്ട് പിന്നീട് ഗ്രന്ഥശാല സംഘത്തിന്റെ ആരുമല്ലാതായി തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം, കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി രൂപവൽക്കരിക്കുകയും അതിന്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു. അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകൾക്ക് ഒരു സംഘടിത രൂപമില്ലായിരുന്നു. 1945 അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ച് അദ്ദേഹം വിളിച്ചു ചേർത്ത തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരണ യോഗത്തിൽ 47 ഗ്രന്ഥശാലകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരായിരുന്നു. ദിവാനോടുള്ള പ്രതിഷേധം മൂലം നിരവധി ഗ്രന്ഥശാലകൾ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. സംഘത്തിന് 1946 അംഗീകാരം ലഭിക്കുകയും 250 രൂപ പ്രവർത്തന ഗ്രാന്റ് ലഭിക്കും. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ ജൂൺ 25 വരെയുള്ള ഒരാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നു. PN പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ PN പണിക്കർ സ്മാരക ഗവൺമെന്റ് LP സ്കൂളായി 2014 വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു. നമസ്കാരം. ഇന്ന് വായനാ ദിനം. വായനയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച PN പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. പാഠപുസ്തകങ്ങളിൽ മാത്രമായി വായന ചുരുങ്ങിപ്പോവരുതെന്ന സന്ദേശം കൂടിയാണ് ഈ വായനാ ദിനം നമുക്ക് മുമ്പിൽ നൽകുന്നത്. കണ്ണുകൾ മൊബൈൽ സ്ക്രീനിലേക്കും വിരലുകൾ കീബോർഡിലേക്കും ചുരുക്കുന്ന പുതിയ തലമുറ, അവർക്കിടയിൽ വംശനാശം വരുന്നവരെന്ന് വിശേഷിപ്പിക്കാവുന്ന വായനയെ ഇപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മുതിർന്ന തലമുറ, ഇവർക്കിടയിൽ ഒരു പാലം തീർക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ വായനാ ദിനങ്ങൾക്കുള്ളത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുറക്കമിട്ട PN പണിക്കരെ വിടവാങ്ങി 27 വർഷങ്ങൾക്കു ശേഷം എത്തുന്ന ഈ വായനാ ദിനവും നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ കാര്യം മാത്രം: വായനയെ മറക്കരുത്. ഉള്ളൂർ കുമാരനാശാൻ, വള്ളത്തോൾ, അയ്യപ്പ പണിക്കർ, ബഷീർ തുടങ്ങിയവരുടെ പിന്മുറക്കാർ നമുക്ക് ചുറ്റും ഏറെ ഉണ്ടെങ്കിലും അന്നുണ്ടായിരുന്ന ആഴത്തിലുള്ള വായന ഇന്ന് നമുക്ക് കൈമോശം വന്നിരിക്കുന്നു. ജീവിതയാത്രയിൽ എവിടെയോ വായന എന്നാൽ പാഠപുസ്തകം കാണാതെ പഠിക്കുക എന്നാണ് നാം ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ ധാരണ തെറ്റാണെന്ന് വിളിച്ചു പറയാനാണ് ഓരോ വായനാ ദിനവും നമുക്കിടയിലേക്ക് എത്തുന്നത്. Morning to all. I'm Akash P of class 10A. Learning to read is about listening and understanding as well as working on the pages of the book. Through hearing stories, children are exposed to a wide range of words. This helps them build their vocabulary and their understanding while listening to the stories. It is important for them to understand how stories work too. Even if your child does not know each and every words of the book takes them to a world of learning, sound, phrase, etc. Irrespective of whether your child is only just beginning or he is fluent in reading books, you can play an important role in helping them to keep interested in books. Reading is important because it develops mind. Teaching young children to read helps them improve their learning skills. There are certain benefits of reading book. Some of the benefits are: reading books strengthens the brain, reduces head power, increases empathy, builds vocabulary, aids sleep, lengthens lifespan. Libraries are important cornerstones of a healthy community. Libraries give people opportunity to find job, explore medical researches, etc. And also people get lost in wonderful stories, while at the same time providing a sense of learning. There are certain advantages of library. The first and foremost benefit is getting a lot of books, availability of all kinds of books, a disciplined area to study. Libraries are awesome. Thank you.
Hello readers, we are going to talk about the benefits of reading newspapers. Reading newspaper is a good habit and provides you with a great source of information. It carries information related to sports, economy, trade, industry, business, entertainment, etc. It will not only enable your knowledge but also improves your language skills and vocabulary. Here are some benefits you will get from reading newspapers. Newspapers carry the news around the world. It provides great information and knowledge. Newspapers tell you about the world's current economic situation and enables you to take part in any discussion related to it. By reading newspapers, it will be easy for you to interact with people who are more often interested in politics and current affairs. Through newspapers, you will get a clear-cut idea and understanding of what is happening in your country and around the world. Reading newspaper is one of the most beneficial habits. It helps us to get to know about the world's current affairs. We are getting to know about the latest events from a reliable source. We also get to know about different politics, economics, entertainment industries, sports, and much more. Most importantly, newspapers can help in development of a person's vocabulary. You can learn new words and correct your grammar on reading newspaper. And also, a person reading newspaper can speak fluently on a variety of subjects. Are one of the most important documents. They can be said to be as a powerhouse of information. Moreover, it also provides us other benefits as well as helps in our daily life. You can get informed by reading a newspaper and it also broadens your perspective. However, reading newspaper is becoming a dying habit. As the world moves towards increasing digitization, no one really cares about reading newspaper, at least the present generation. The readership is maintained mostly by the older generation. Reading newspaper is one of the most beneficial habits. By reading a newspaper, one gets to know about what is happening around. It also provides us an insight of domains such as politics, arts, business, and sports. The Monk Who Sold His Ferrari by Robin Sharma shows how to organize each day with positivity and accomplish them efficiently and effectively. It is a story about how to fulfill one's dream. The main character of this story is Julian Mantle, a successful lawyer. His outrageous courtroom theatrics were much celebrated. He suffered a severe heart attack in the court and his life changed after that. He quit his job, sold all his belongings, and flew to India in search of nirvana or the true meaning of this life and meets his friend John. Robin Sharma shows a path of enlightenment through 7 timeless virtues and symbols. This story tells you how to grasp your subconscious mind, follow your dreams, practice Kaizen, live with self-discipline, selfless service to mankind, and embrace the present. Thank you. Respected principal, teachers, and my dear friends, today I am here to express my view about reading day. Once you learn to read, you will be forever free. Frederick Douglass. Reading Day is on 19 June. It is celebrated to honor the father of the vibrant movement in Kerala, the late P.N. Panikkar, whose death anniversary falls on 19 June. Reading is a habit that can make us a better person. Through reading, we try to visualize what we read. So reading helps us to improve concentration powers and also try to improve vocabulary. Good books are like great investment. A book is a gift you can open again and again. Garrison Keillor.
വായിച്ചറിവുള്ളവരായി മാറുക നാം. വായന നൽകും വാക്കിൻ ശക്തി വാചാലത കൊണ്ടറിയുക നാം. വാചാലത കൊണ്ടറിയുക നാം. ജ്ഞാനം തന്നെ ജീവിത ലക്ഷ്യം, വായന തന്നെ സാധന. വായിച്ചറിവതു നേടുക, പിന്നെ വായിച്ചറിവു പകർന്നിടുക. വായിച്ചറിവു പകർന്നിടുക. വളരും തോറും പടരും വായന, പടരും തോറും വളരുമത്. ഇരുളു നിറഞ്ഞൊരു ജീവിത വീഥിയിൽ വഴി കാണിക്കും വായന. വഴി കാണിക്കും വായന. ജീവിത വിജയം നേടാനായി വായന വ്രതമാക്കിയിടുക നാം. അറിവാണമൃതെന്നറിയുക നാം. വായന വ്രതമാക്കിയിടുക നാം. One child, one teacher, one pen, and one book can change the world, says Malala. As we all know, today, 19th of June, our state celebrates Reading Day in the remembrance of Sri P.N. Panikkar, the father of the library movement. Reading is a habit that can make us all a better person. Reading gives us knowledge and inspiration. Read at least one book in a week. Book is a gift that you can open again and again. Come, read, enjoy the world of knowledge. Studies have shown that kids these days even spend 4 hours on screen a day. Reading helps in making your brain more active or engaged. It takes you places where you can't go and lets you meet people you can't meet. Further, it makes your vocabulary so good and interesting. Hence, it is important that kids should read books, and reading is a knowledge. Very happy Reading Day. I have found a quote that might add this day. It's from Frank Serafini. The quote goes like this: "There is no such child who hates to read, but there are only children who have not found the right book." Books not only inspire us, but they also provide knowledge. Reading exposes our mind to different languages and cultures. Therefore, I strongly urge each one of you to cultivate the habit of reading. വായനയെക്കുറിച്ച് കുഞ്ഞിനെ മാഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വായന അറിവും തിരിച്ചറിവുമാണ്. വിദ്യാർത്ഥികളായ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അറിവ് നേടുക എന്നതാണ്. അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന. ഈ വായനാ ദിനം ഒരു നല്ല വായനാശീലത്തിന് തുടക്കം കുറിക്കട്ടെ. നമസ്കാരം. P.N. പണിക്കരുടെ ജന്മദിനമായ ഇന്ന്, അതായത് ജൂൺ 19 വായനാ ദിനം ആചരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്നത്തെ ദിനത്തിനോടനുബന്ധിച്ച് ഞാൻ കുറച്ച് വായന നന്നാക്കാനുള്ള ടിപ്സ് പറഞ്ഞുതരാം. ഒന്നാമത്തത്, വായിച്ച പുസ്തകങ്ങളെ കുറിച്ചൊരു നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. അത് പിന്നീട് വായിച്ചു നോക്കുമ്പോൾ പുസ്തകം വീണ്ടും വായിച്ച ഫലം നമുക്ക് കിട്ടും. രണ്ടാമത്തത്, യാത്രകളിലും മറ്റും പുസ്തകങ്ങൾ കൂടെ കൊണ്ടുപോകണം. എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ വായിക്കാം. അല്ലാതെ മൊബൈലിൽ ഗെയിം കളിച്ച് നമ്മൾ സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തേത്, തീർക്കാനായി മാത്രം പുസ്തകങ്ങൾ വായിക്കരുത്, അതിൻ്റെ പേജുകൾ മറിച്ചിടരുത്. അറിവും ആനന്ദവും തരാൻ കഴിവുള്ള പുസ്തകങ്ങൾ നാം വായിക്കണം. നാലാമത്തേത്, പെന്നോ പെൻസിലോ കയ്യിൽ പിടിച്ച് വേണം വായിക്കാൻ. സ്പീഡ് കിട്ടും. അല്ലെങ്കിൽ വിരൽ വെച്ചിട്ട് വായിച്ചാലും മതി, അതിൻ്റെ ഗുണം കിട്ടും. അഞ്ചാമത്തേത്, പരിശീലനത്തിലൂടെ മിനിറ്റുകൾ കൊണ്ട് ആയിരക്കണക്കിന് വാക്കുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ആറാമത്തേത്, ഉറക്കെ വായിക്കുന്ന ശീലം അത്ര നല്ലതല്ല, പെട്ടെന്ന് ക്ഷീണിക്കും.
വായിക്കുവാനുള്ള വേഗം കുറയുകയും ചെയ്യും. എല്ലാവർക്കും നന്നായി വായിക്കാൻ പഠിക്കാം, അറിവ് വിളയുന്നവരായി വളരാം.